വിദേശത്ത് പോയി പഠിക്കുക എന്നത് ഏതൊരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ്. എന്നാൽ 2026-ൽ ഈ സ്വപ്നത്തിലേക്കുള്ള വഴി അല്പം വെല്ലുവിളി നിറഞ്ഞതാണ്. കാനഡ, അമേരിക്ക, UK, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വിസ നിയമങ്ങളിൽ വൻ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങളിലാണ് മാറ്റം വന്നിരിക്കുന്നത്. കൃത്യമായ ചെക്കിംഗ്, ഉയർന്ന വിസ ഫീസുകൾ, വർദ്ധിച്ച സാമ്പത്തിക മാനദണ്ഡങ്ങൾ, പിന്നെ പഠനത്തിന് ശേഷമുള്ള ജോലി സമയത്തിലെ കുറവ്. ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ മാറ്റം വന്നു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 18 ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശത്ത് പഠിച്ചിരുന്നത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവരുടെ എണ്ണത്തിൽ ഇപ്പോൾ നേരിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യം അമേരിക്കയുടെ കാര്യമെടുക്കാം. ഡ്രോപ്പ് ബോക്സ് സൗകര്യം നിർത്തലാക്കിയതോടെ ഇനി എല്ലാ വിദ്യാർത്ഥികളും നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടാതെ $250 പുതിയ വിസ ഇന്റഗ്രിറ്റി ഫീസും ഏർപ്പെടുത്തി. നിങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ സോഷ്യൽ മീഡിയ ഹിസ്റ്ററിയും ഇനി പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. കാനഡയാകട്ടെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ നിയന്ത്രണം കൊണ്ടുവന്നു. പഠനത്തിന് ശേഷമുള്ള വർക്ക് പെർമിറ്റിന് ഇപ്പോൾ ഉയർന്ന ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നിർബന്ധമാണ്. എന്നാൽ മാസ്റ്റേഴ്സ്, PhD വിദ്യാർത്ഥികൾക്ക് ഈ നിയന്ത്രണങ്ങളിൽ ഇളവുകളുണ്ട് എന്നാണ് നിലവിലെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. UK-യിൽ ബിരുദധാരികൾക്ക് പഠനശേഷം ലഭിച്ചിരുന്ന ജോലി കാലാവധി 2 വർഷത്തിൽ നിന്ന് 18 മാസമായി കുറച്ചു. കൂടാതെ താമസ ചെലവിനായി ബാങ്കിൽ കാണിക്കേണ്ട തുകയും വർദ്ധിപ്പിച്ചു. ഓസ്ട്രേലിയയിലാകട്ടെ വിസ ഫീസ് $2000 ഉയർത്തി. ഇന്ത്യൻ വിദ്യാർത്ഥികളെ അസസ്മെന്റ് ലെവലിൽ 3ലേക്ക് മാറ്റിയതോടെ വിസ നടപടികൾ ഇനി കൂടുതൽ സമയമെടുക്കും. എന്നാൽ നിരാശപ്പെടേണ്ടതില്ല. ജർമ്മനിയും ന്യൂസിലാൻഡും ഇന്ത്യൻ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ജർമ്മനിയിൽ ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാനും വിസ നടപടികൾ എളുപ്പമാക്കാനും പുതിയ സംവിധാനങ്ങളുണ്ട്. ന്യൂസിലാൻഡിലാകട്ടെ വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാനുള്ള സമയം ആഴ്ചയിൽ 25 മണിക്കൂറായി വർദ്ധിപ്പിച്ചു. വിസ ഫീസുകളിലെ വർധനവ് ഇടത്തരക്കാരും സാധാരണക്കാരുമായ വിദ്യാർത്ഥികൾക്ക് വലിയൊരു ഭാരമാണ്. ഇതിനു പുറമെ വിദേശത്ത് താമസിക്കാൻ ആവശ്യമായ കുറഞ്ഞ ബാങ്ക് ബാലൻസ് തുക മിക്ക രാജ്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലണ്ടൻ പോലുള്ള നഗരങ്ങളിൽ പഠിക്കാൻ പോകുന്നവർക്ക് മുൻപത്തേക്കാൾ വലിയൊരു തുക ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടി വരും. ഇത് വിദ്യാഭ്യാസ വായ്പയെ ആശ്രയിക്കുന്നവരെ കാര്യമായി ബാധിക്കും. കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തൊഴിൽ വിപണിയിലെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് വർക്ക് പെർമിറ്റുകൾ നൽകുന്നത്. ഹെൽത്ത് കെയർ, STEM എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് കൂടുതൽ മുൻഗണന ലഭിക്കും. ജനറൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആർട്സ് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് പഠനശേഷം ജോലി കണ്ടെത്തുന്നത് കൂടുതൽ വെല്ലുവിളിയാകും. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അപേക്ഷകന്റെ ഓൺലൈൻ പോസ്റ്റുകൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ താല്പര്യങ്ങൾക്കോ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ വിദ്യാർത്ഥികൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പരമ്പരാഗത രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനി, ഫ്രാൻസ്, പോളണ്ട് എന്നിവ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി കൂടുതൽ വാതിലുകൾ തുറക്കുന്നുണ്ട്. ജർമ്മനിയിലെ ഗ്രാറ്റിസ് വിസ പദ്ധതിയും ന്യൂസിലാൻഡിന്റെ ഡിഗ്രി അംഗീകാരവും വിദ്യാർത്ഥികൾക്ക് മികച്ച ബദൽ മാർഗങ്ങളാണ്. 2026-ൽ വിദേശ പഠനം ലക്ഷ്യമിടുന്നവർ വെറുമൊരു സർവകലാശാല മാത്രം നോക്കാതെ ആ രാജ്യത്തെ PGWP നിയമങ്ങൾ, ഭാഷാ നിബന്ധനകൾ, പാർട്ട് ടൈം ജോലി സൗകര്യങ്ങൾ എന്നിവ കൂടി വിശദമായി പഠിക്കണം.